CPI സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരികയാണ്. ബിനോയ് വിശ്വം സംസാരിക്കുന്നു. അതിലേക്ക് രാഷ്ട്രീയം പറയാനുണ്ട്. അത് നിങ്ങൾ കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊതുവെ നിങ്ങൾക്കെല്ലാം സ്നേഹമായതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയം തീരെ പറയില്ല. ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ പറയാറില്ല. നിങ്ങളുടെ കഥകളും ഉപകഥകളും കൽപ്പനകളും സങ്കല്പങ്ങളും എല്ലാം വാർത്തയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായിക്കോട്ടെ, നിങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങളെ തള്ളിപ്പറയുമല്ലോ. അതിൻ്റെ കൂടെ ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയങ്ങളൊക്കെ പറഞ്ഞാൽ കൊള്ളാമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിൽക്കുന്ന മിക്കവരോടും അങ്ങനെ പറയാനും എളുപ്പമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഇതൊരു ഫോർമൽ റിക്വസ്റ്റ് അല്ല, ഒരു ഇൻഫോർമലായിട്ടുള്ള ഒരു അഭിപ്രായ പഠനം എടുത്താൽ മതി. ആ രാഷ്ട്രീയം ഇതാണ്. കേരളത്തിൽ LDF അനുകൂലമായ ഒരു കാറ്റുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമലോകം പ്രചരിപ്പിച്ചതുപോലെ LDF വിരുദ്ധ തരംഗമല്ല ഉള്ളത്. ജനങ്ങൾ ചിന്തിക്കുന്നത് LDFന് വേണ്ടിയാണ്. മിനിഞ്ഞാന്ന് പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടെടുപ്പിൻ്റെ ഫലം നമുക്കെല്ലാമുള്ള സൂചനയാണ്. 23 വാർഡുകളിലെ കോർപ്പറേഷൻ പഞ്ചായത്ത് വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ആ വാർഡുകളിൽ LDFിനുണ്ടായിരുന്നത് 5 വിജയങ്ങളായിരുന്നു. 5 വിജയങ്ങൾ. ഇപ്പോൾ ഫലം പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും LDFിൻ്റെ വിജയം 23-ൽ 10 എന്ന് പറഞ്ഞാൽ 5-10 നേരെ ഇരട്ടിയായി. അത് സൂചിപ്പിക്കുന്നുണ്ട് കേരളം ചിന്തിക്കുന്ന വഴി അതാണെന്ന്. UDFിനും BJPക്കും നഷ്ടമുണ്ടായി. LDFിനെ തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി പുറപ്പെടുന്ന UDFിനും BJPക്കും ഉണ്ടായ തിരിച്ചടി, LDF നേടിയ രാഷ്ട്രീയ വിജയം, അത് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ മനസ്സിൻ്റെ സൂചനയാണ്. പല ഭാഗത്താണ്, പല ജില്ലകളിലായിട്ടാണ്. ഏതെങ്കിലും ജില്ലയുടെയോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ ചിന്തഗതിയല്ല ഇത്. ഇത് പൊതുവിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും മനസ്സിൻ്റെയും ദിശ എന്താണെന്ന് നമ്മോടൊക്കെ പറയുന്നു. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. LDF ഇത്രയും ഐക്യത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഒരേ കാഴ്ചപ്പാടോടുകൂടി സമീപിക്കുകയും ഒരേ വികാരത്തോടെ ഒരേ സ്വരത്തിൽ ജനങ്ങളെ കാണാൻ പോകുകയും ചെയ്ത ഒരു കാലഘട്ടം ഏറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഐക്യത്തെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ പറയുന്നത്, ഈ കാറ്റ് മാറി വീശുന്ന കാര്യത്തിൽ LDF വഹിച്ച രാഷ്ട്രീയ പങ്കുണ്ട്. ആ പങ്കിൻ്റെ എല്ലാ പ്ലസ് പോയിന്റ്സിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇലക്ഷനിലേക്ക് നീങ്ങുന്നത്. ഞങ്ങൾ സജ്ജമാണ്. ഇലക്ഷൻ എന്ന് പ്രഖ്യാപിച്ചാലും ശരി, LDF സജ്ജമാണ് എല്ലാ പ്രകാരത്തിലും. LDFിലെ ഓരോ പാർട്ടിയും ഒരേ സ്വരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. ഈ സ്ഥിതിയല്ല മറുഭാഗത്തുള്ളത്. മറുഭാഗത്തെ കാര്യം ഞാൻ ദീർഘമായി പറയുകയല്ല, നിങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒറ്റ പാർട്ടിക്കകത്തും രാഷ്ട്രീയ ഐക്യമില്ല. മുന്നണിക്കകത്ത് രാഷ്ട്രീയ ഐക്യം ഇല്ല. BJPക്കകത്തുള്ള ആഭ്യന്തരമായ പിണക്കങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ ചുറ്റുപാടിൽ വ്യത്യസ്തമായൊരു രാഷ്ട്രീയ മുഖമാണ്. രാഷ്ട്രീയ വ്യക്തതയുടെ, രാജ്യസ്നേഹത്തിൻ്റെ, ജനാധിപത്യ ബോധത്തിൻ്റെ, മതേതര ആശയങ്ങളുടെ അർപ്പണബോധത്തിൻ്റെ എല്ലാം ഒരു പ്രകാശം നിറഞ്ഞ മുഖമാണ് LDFിൻ്റെ മുഖം. അതുകൊണ്ട് കൂടിയാണ്
ഈ വിജയം ഉണ്ടാകുന്നത്. ഞങ്ങൾ കാണുന്നത് മുൻകാലങ്ങളിലേതുപോലെ UDF-ഉം BJP-യും LDF വിരുദ്ധമായ അവിശുദ്ധ ബന്ധത്തിന് കൈകൾ കോർക്കുമെന്നാണ്. അത് പുതിയ കാര്യമല്ല അവർക്ക്. പലപ്പോഴും അന്ധമായ ഇടതുപക്ഷ വിരോധം മൂലം കൈകോർത്ത് പിടിച്ച കൈത്തളമുള്ള പാർട്ടികളാണ് UDF-ഉം BJP-യും. ആ കൈത്തളമ്പ് മാഞ്ഞു പോയിട്ടില്ല. ഇത്തവണയും അതുണ്ടായേക്കാം. അതിനെപ്പറ്റി കേരളത്തിലെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ബോധവാന്മാരാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്നത് മതേതര ബോധത്തിൻ്റെ, മതങ്ങൾക്കതീതമായ മനുഷ്യ ഐക്യത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇന്ത്യക്കത് ബോധ്യമാണ്. ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അടിസ്ഥാന മൂല്യങ്ങൾ, ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവുമാണ് ആ മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് LDF. ഇത്രയും ഉറപ്പോടെ അത് പറയുന്ന വേറെ ആരുമില്ല, ചെയ്യുന്ന വേറെ ആരുമില്ല. കോൺഗ്രസ് അത് ചാഞ്ചാട്ടം കാണിക്കുന്ന പാർട്ടിയാണ്. ബാബറി മസ്ജിദ് പൊളിക്കാൻ 92 ഡിസംബർ മാസം 6-ാം തീയതി RSS BJP-ക്ക് അരുതുന്ന കോൺഗ്രസ് ഇപ്പോഴും ആ കറുത്ത കളങ്കപ്പാട് മാഞ്ഞു പോകാത്ത കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ബാബറി പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ ക്ഷേത്രം പണിതിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി ചാഞ്ചാടി കളിച്ചത്. അതും ഇന്ത്യ കണ്ടതാണ്. ഈ രാജ്യം ചോദിച്ചു വന്ന് ആ ചടങ്ങിലേക്ക് ഗോഡ്സെയുടെ പാർട്ടി വിളിക്കുമ്പോൾ ഗാന്ധിജിയുടെ പാർട്ടിക്ക് എന്തിനാണ് ആശയക്കുഴപ്പം? ചാഞ്ചാട്ടം എന്തിനാണ്? ഉത്തരം പോലും കിട്ടിയിട്ടില്ല. ആഴ്ചകൾ ചാഞ്ചാടിയവർ CPI-യും CPM-ഉം ആ നിമിഷം ആ ക്ഷണം നിരാകരിച്ചവരാണ്. ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞവരാണ്. ആ നിലപാടില്ലായിരുന്നുവെങ്കിൽ മിക്കവാറും കോൺഗ്രസ് പോയേനെ. ഞങ്ങൾ എടുത്ത നിലപാട് കൊണ്ട് അവസാനം കോൺഗ്രസ് കൂടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പല നേതാക്കന്മാരും അവിടെ പോയി. പല മന്ത്രിമാരും പറയുന്നു ഞങ്ങൾ പോകുന്നു എന്ന് പറയും. ഞങ്ങൾ അമ്പലങ്ങൾക്കെതിരല്ല. അയോധ്യയിൽ അമ്പലം പണിതാൽ ഞങ്ങളെതിരല്ല. പക്ഷേ ബാബറി മസ്ജിദ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ് അമ്പലം പണിയേണ്ടത് എന്ന വാദം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, ബാബറി മസ്ജിദിൻ്റെ ശ്മശാന ഭൂമിയിൽ പണിത അമ്പലത്തോട് കോൺഗ്രസ് കാണിച്ച സമീപനം അത് ന്യൂനപക്ഷങ്ങളെ അപക്ഷം കൊള്ളിക്കുന്ന കോൺഗ്രസിൻ്റെ BJP അനുകൂലമായ നിലപാടിൻ്റെ പ്രതിഫലനമാണെന്ന് അവർ കാണുന്നുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് രണ്ടാമത്തേത് ക്രിസ്ത്യൻ മൈനോറിറ്റി. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടോ അംഗമായിട്ട്? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഇല്ല അംഗമായിട്ട്. മുസ്ലിം വിഭാഗം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് ഒരംഗത്വം പോലും കൊടുക്കാത്ത മൈനോറിറ്റി കമ്മീഷനാണ് ഇവിടെയുള്ളത്, ഇന്ത്യയിലുള്ളത്. BJP നേതാക്കന്മാർ ക്രിസ്തീയ പുരോഹിതന്മാരെ കാണുമ്പോൾ ചിരിക്കും, കൈകൊടുക്കും, കെട്ടിപ്പിടിക്കും, അതൊക്കെ ചെയ്യുന്നു. പക്ഷേ അവരുടെ സങ്കടം പറയാൻ വേണ്ടിയുള്ള ഒരു വേദിയിൽ മൈനോറിറ്റി കമ്മീഷനിൽ രംഗത്ത് പോലും കൊടുക്കില്ല. അതവർ കാണുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ പറയുന്നു, ന്യൂനപക്ഷാവകാശങ്ങളെ രാഷ്ട്രീയ നിലപാടിൻ്റെ അവിഭാജ്യമായ ഭാഗമായി കാണുന്ന ഇടതുപക്ഷത്തെ ന്യൂനപക്ഷങ്ങൾ സ്വന്തം മിത്രങ്ങളായി കാണുന്നു. ഹിന്ദുമതത്തിൻ്റെ വിശാലമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ജനങ്ങൾ, വിശ്വാസികൾ,
അവർ ഞങ്ങളെ കാണുന്നത് മിത്രങ്ങളായിട്ടാണ്. മതഭ്രാന്തിൻ്റെ ഭാഗത്തേക്ക് മറ്റെല്ലാവരും എഴുതി പോകുമ്പോൾ മതവിശ്വാസങ്ങളെ മാനിക്കുന്ന, വിശ്വാസികളെ മാനിക്കുന്ന, അതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളാണ് ഇന്ത്യയുടെ വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും കാതലായ ഭാഗം എന്നുറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷമാണ് രാഷ്ട്രീയമായ ശരിയെന്ന് എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യവും LDF അനുകൂലമായ ഈ കാറ്റ് വീശാൻ കാരണമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ചോടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. CPI പലവട്ടം പറഞ്ഞു 20-ൽ 20 സീറ്റുകളും ജയിക്കലാണ് LDF ലക്ഷ്യം. അതിൽ CPIയോട് മത്സരിക്കാൻ LDF പറയുന്ന 4 സീറ്റുകളിലും ഞങ്ങൾ ജയിക്കും, LDF ജയിക്കും. അതിനുവേണ്ടിയുള്ള സംഘടന രാഷ്ട്രീയ ഒരുക്കങ്ങളെല്ലാം LDF പൂർത്തിയാക്കിയിട്ടുണ്ട്.